ഇവിടുന്ന് വോട്ട് ചെയ്തിട്ട് നേരെ വടകരയ്ക്ക് പോകാനുള്ള വടകരക്ക് പോവാണ്. എങ്ങനെയാണ് വടകരയിൽ ഇന്നലെ പല പരാതികളും വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്, ഈ വർഗീയ ധ്രുവീകരണം എന്നൊക്കെ പറഞ്ഞിട്ട്? ഇനിയിപ്പോൾ എന്ത്, ജനങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കും. വടകര ശരിക്കും പറഞ്ഞാൽ 2009 LDF നഷ്ടപ്പെട്ടതാ. അത് തിരിച്ചു പിടിക്കുന്ന ഒരു കോൺഫിഡൻസ് ഈ 52 ദിവസത്തെ പ്രചരണത്തിൽ ടീച്ചർക്ക് ആയിട്ടുണ്ട്? ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ ഇത്തവണ വടകരയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കും. പല വിഷയങ്ങൾ തുടക്കം മുതൽ ചർച്ച ചെയ്തു, ഏറ്റവും അടവിൽ സൈബർ ആക്രമണം വരെയായി. എന്തായിരിക്കും വടകരയെ ജനങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാന ആത്യന്തികമായ വിഷയം നാടിൻ്റെ സമാധാനവും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിനുവേണ്ടി ശക്തമായി ശബ്ദമുയർത്തുക ഇടതുപക്ഷമാണെന്ന നല്ല ധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതായിരിക്കും ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേണിൽ മുഴച്ചു നിൽക്കുക. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ്. പിന്നെ വടകര മണ്ഡലത്തിൻ്റെ വികസനവും 10-15 വർഷമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുക. ഉടനീളം ഒരു LDF തരംഗം ഉണ്ടാകുന്നു. ഉടനീളമുണ്ട് LDF തരംഗം എന്ന് വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു LDF ഇന്ത്യൻ പാർലമെൻറ്റിൽ പോകണം എന്നുള്ളത്. അതാണ്. ഭൂരിപക്ഷം മാത്രമേ സംശയമുള്ളൂ. ഭൂരിപക്ഷം നമുക്ക് കണ്ണും വല്ലേ പറയാൻ പറ്റുള്ളൂ. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും.